നമ്മൾ പലതരത്തിലുള്ള ബോഡി ഗാർഡ്സ് കണ്ടിട്ടുണ്ട്. മേലാൽ വിളിച്ചു പോലും ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കംപ്ലൈന്റ് ചെയ്യും. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് പെൺമക്കളെ സുരക്ഷിതമായി കോളേജിൽ ചേർക്കാൻ പോകുന്ന അച്ഛനെയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അല്ല, അവരുടെ ബോഡി ഗാർഡ്. 11 മണിക്ക് വിളിക്കാൻ ഒരു സാമാന്യ ബോധം വേണ്ടടാ, ബുദ്ധി വേണം. അവൻ്റെ അച്ഛനോട് പഠിച്ച കാണാൻ ഒരു 85-90 വയസ്സ് തോന്നുമെങ്കിലും അവൻ അത്രയും വയസ്സുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പല ട്രാൻസാക്ഷൻസും അവർ അന്ന് സിനിമയിൽ ചേർത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തോരം ദീർഘനിരീക്ഷണം നടത്തിയിട്ടാണ് ഈ പടത്തിൽ ഓരോ എഫക്റ്റും ചേർത്തേക്കുന്നത്. അങ്ങനെ നമ്മളുടെ ജഗ്ഗുമാമനെ അവിടെ ഒരു ഗൗണ്ടറിന്റെ വീട്ടിൽ ബോഡി ഗാർഡ് അയക്കും, അയാളുടെ 2 പെൺമക്കളെ നോക്കിക്കൊള്ളാൻ. അങ്ങനെ നമ്മളുടെ ജഗ്ഗുമാമൻ കൊതുവടിയും കൊണ്ട് ഉറങ്ങാൻ നേരത്ത് അവിടെ ഒരു പെണ്ണിന്റെ ബെസ്റ്റിയിട്ട് ഓട്ടിക്കും. 11 മണിക്ക് വിളിച്ചുണർത്തിയിട്ട് എന്തിന്റെ കാര്യം നിനക്കൊക്കെ. അങ്ങനെ ജഗ്ഗുമാമ എണീച്ച് കണ്ണും തിരിഞ്ഞ് നോക്കുമ്പോൾ അവിടെ ഒളിമ്പിക്സിന്റെ ഓട്ട മത്സരം. എന്നിട്ട് ജഗ്ഗുമാമ കൈക്കിട്ടി ഒരു ബെഡ്ഷീറ്റ് എടുത്ത ചെറുക്കൻ്റെ തലയിട്ട് മൂടിയിട്ട് കറക്കി അങ്ങ് വിടും. നിങ്ങളിപ്പോൾ വിചാരിക്കും ഇവൻ എന്തിനാ സ്പീഡ് കൂട്ടി വെച്ചേക്കുന്നത്? ഞാൻ സ്പീഡ് കൂട്ടിയതല്ല, പടത്തിലുള്ളതാ. തനിക്ക് എൻ്റെ അച്ഛൻ്റെ പ്രായം കൊണ്ടാണ് ഞാൻ കൊല്ലാതെ വിടുന്നേ. മേലായി പടി ചവിട്ടരുത്, പോടാ. മേലാ വിളിച്ചു പോരുന്നു. ആ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയ സന്തോഷത്തിൽ ജഗ്ഗുമാമ വന്ന് ഡാൻസ് കളിക്കും. അപ്പൊ ജഗ്ഗുമാമന് ഡാൻസ് കൊണ്ടൊരുത്തിന് പ്രാന്തായിട്ട് അവിടെ നിന്ന് ഗൗണ്ടറിന്റെ വയറ്റിൽ കത്തി കൊണ്ടങ്ങ് വെട്ടിക്കൊടുക്കും. അങ്ങനെ ജഗ്ഗുമാമന്റെ ഫൈറ്റ് ഇംപ്രസ് ആയിട്ട് ഗൗണ്ടർ വീണ്ടും മകളുടെ ബോഡി ഗാർഡായിട്ട് വെക്കും. എനിക്ക് വാർദ്ധക്യ പെൻഷൻ വാങ്ങാൻ സമയമായി. എന്റെ വാർദ്ധക്യ പെൻഷൻ താൻ വാങ്ങിച്ചാൽ മതി, പതികശ് താൻ എടുത്തോ, എനിക്ക് വേണ്ട. അങ്ങനെ ജഗ്ഗുമാമ പിള്ളേരെയും കൊണ്ട് കോളേജ് അഡ്മിഷൻ എടുക്കാൻ വരും. ഇതെന്നതാടാ പേഞ്ചീപ്പ് കടിച്ചു പിടിച്ചേക്കുന്നു. മത്തിച്ചാളെ കടിച്ചു പിടിച്ചേക്കുന്ന പൂച്ചയുടെ എക്സ്പ്രഷൻ തൊട്ട് ജഗ്ഗുമാമ പിറകെ ഓടും. അവിടെയുള്ള എല്ലാരും ജഗ്ഗുമാമനെ ഊക്കി വിടും. എടോ, താൻ എന്റെ കൂടെ പഠിച്ചില്ലേ, ആ ഒരു മര്യാദയിലും കാണിക്കണ്ടേ? വീണ്ടും ജോയിൻ ചെയ്യാൻ വന്നേക്കുന്നു, ഇറങ്ങിപ്പോടാ. ഗെറ്റ് ലോസ്റ്റ് ഇഡിയറ്റ്. മനുഷ്യനായി കഴിഞ്ഞാൽ ഞാനൊക്കെ ഇത്രയും പ്രായമുള്ള ഒരാളല്ലേ, പുള്ളിയുടെ വായിരിക്കുന്ന മൊത്തം പുഴുത്തത് കേട്ടിട്ട് നമ്മുടെ മാമൻ കൂളിംഗ് ഗ്ലാസും വെച്ച് ക്ലാസ്സിലോട്ട് ഇടിച്ച് തള്ളി കയറിപ്പോ. മക്കളെ ഞാൻ പഠിപ്പിക്കാമെന്നേ അല്ല, പഠിക്കാമെന്നേ, കുറച്ച് മാറിയാമോനെ. അവിടെ ഈ പെൺകുട്ടികൾ രണ്ടും രാത്രി ഉറങ്ങാൻ നേരത്ത് എന്തോ ഒരു അപശബ്ദം കേൾക്കും. അതെന്നാ സൗണ്ട് നോക്കാം. എടോ കിഴവോ, തനിക്ക് എന്തിന്റെ കടിയോടെ? ആ പാട്ടിനിടയ്ക്ക് മാമന്റെ മൂൺവാക്കൊക്കെ ഉണ്ട്. ഇത് കോളേജിലെ PTA മീറ്റിംഗ് കഴിഞ്ഞ് മക്കളുമായിട്ട് തിരിച്ച് വീട്ടിൽ പോണ അച്ഛനല്ല. അല്ല, പുള്ളി എന്താ ഇവിടെ? ഇത് മെസ്സിയല്ലേ? പുള്ളിക്കാരെ ഏതാ യൂണിവേഴ്സ് മാറി വന്നതാ. എനിക്ക് 10ാം ക്ലാസ്സിൽ എല്ലാത്തിനും നല്ല മാർക്കുണ്ട്. കണക്കിന് മുട്ട വാങ്ങിച്ചോണ്ടിരുന്ന എനിക്ക് കണക്കിന് 100 മാർക്ക്. വർഷങ്ങൾക്ക് ശേഷം വിളിക്കുന്ന കാമികളുടെ സൗണ്ട് കേൾക്കുമ്പോൾ എക്സ്പ്രഷൻ ആണിത്. ആ മുഖം കാണുമ്പോൾ മനസ്സിലാവും കക്കൂസ് പോയിട്ട് പുള്ളി 1.5 വർഷമായി. അല്ല, ഈ പാട്ട് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. നൈസായിട്ട് മലയാളത്തിൽ നിന്ന് ചൊരണ്ടി. അവസാനം അച്ഛനും മകളും കൊച്ചുമകനുമായിട്ട് സുഖമായിട്ട് ജീവിക്കും.